പലർക്കും അറിയില്ലായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് പലർക്കും അറിയാം, പക്ഷെ എനിക്കൊരു മോളുണ്ടെന്ന് അങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു. ഇതേപോലെ ഇങ്ങനെ തൈസിലൊക്കെ ഇങ്ങനെ തട്ടിയിട്ടിരുന്ന സമയത്ത് ഞാൻ തന്നെ എന്റെ ദൈവമേ ഇത് എവിടെയാണ് ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ജിമ്മിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരാളിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നത് യുവരാജ് സിംഗ് ആണ്. യുവരാജ് സിംഗ് നോക്കിയിട്ട് ഒരു ചിരിയില്ല, ഒരു മൈൻഡും ഇല്ല, പുച്ഛഭാവം. അപ്പൊ നമുക്ക് തോന്നി അവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് കോഹ്ലി സാറിനെ പരിചയപ്പെടും. ഞാൻ ഇങ്ങനെ പറയാം, കോഹ്ലി ബാക്ക് ഇരിക്കുന്നത്, എനിക്ക് കോഹ്ലി സാറിനെ പരിചയപ്പെടും. വൈ നോട്ട് മാൻ, വിരാട് ഹീസ് എൻ ആക്ടർ ഫ്രം കേരള എന്ന് പറഞ്ഞു. അപ്പൊ തിരിഞ്ഞു നോക്കിയിട്ട് ഓക്കെ, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ സ്കൂൾ ടൈം ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ക്രഷ് ആയിരുന്നു റോഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു നടൻ വേറെ ഉണ്ടാവുമോ നിങ്ങൾ എന്നെ ചിന്തിച്ചു. അപ്പൊ ഞാനിപ്പോ വരുന്ന വഴിക്ക് ഞാൻ ഷൈൻ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഷൈൻ ചേട്ടൻ പറഞ്ഞു, എടാ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് ഗുണമുണ്ടോ, അതുപോലെ തന്നെ ആൾക്കാർ തന്നെ പിടിച്ച് എയറിലിടും. അത് നീ ഇങ്ങനെ റോ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ആരും ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജസ്റ്റ് റോഷൻ ഇങ്ങനെ ഹണീനെ ഇടയ്ക്ക് നോക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു റൊമാൻറ്റിക് ചെറിയൊരു റൊമാൻറ്റിക് ട്രാക്ക് ഞങ്ങൾക്ക് ഉണ്ട്. മൂപ്പർ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് ഇത് നമ്മളെ തന്നെ ആണോ ഇത് എന്നുള്ള എനിക്ക് റിയലൈസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം നമ്മളെ തന്നെയാണോ, നമ്മളങ്ങനെ നോട്ട് ചെയ്യൂ വിയേർഡായിട്ട് എക്സ്ട്രീമില്ല. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതെന്റെ കൂടെ ആ ഫാന്റസി, അത് അവർക്ക് അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെന്നൊക്കെ പറഞ്ഞ എനിക്ക് മെസ്സേജ് വരുമായിരുന്നു. ഇപ്പോഴും വരും. റീസെന്റ് ഞാനൊരു ഫോട്ടോ ഇട്ടപ്പോ ശരിക്കും റിയലാന്ന് കരുതി പോയി. കാരണം അങ്ങനെ ഒരു വശം വേറെ ഉണ്ട്. കാരണം പെട്ടെന്ന് നമ്മളത് കാണും, എന്റെ ഫോട്ടോ വെച്ചിട്ട് കാണുമ്പോൾ പേടിച്ചു. എനിക്ക് ടേക്കിന്റെ മാത്രമല്ല, എനിക്ക് അങ്ങനെ ഒരു സീനിയർ ആക്ടറിന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു ഡയലോഗ് പറയണത്, അത് എന്റെ ആ ഏജിൽ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യൽ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി ഡെക്കറേഷൻ ഒന്നും തരാൻ പറ്റില്ല. റോഷൻ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞാൽ ശരിയാവില്ല. ബിക്കോസ് ഹീസ് മൈ ഫ്രണ്ട്, മൈ വെരി ഗുഡ് ഫ്രണ്ട്. നമ്മള് കുറെ വർഷങ്ങൾക്ക് ശേഷമല്ല, ആദ്യമായിട്ടാണ് കാണുന്നത് ഇന്ന്. അതെ, 7 വർഷമായിട്ട് ഫ്രണ്ട്സ് ആണ്, പക്ഷേ ഫസ്റ്റ് ടൈം ആണ് മീറ്റ് ചെയ്യുന്നത്. അതെ, ഇൻ പേഴ്സൺ കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി സന്തോഷം ആദ്യമായിട്ട് കണ്ടതിൽ. എന്നിട്ട് പറ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നു. ഇപ്പൊ നമ്മളൊരു പുതിയ ഒരു സിനിമ റിലീസ് ഉണ്ട്, റേച്ചൽ. അതിന്റെ പ്രൊമോഷൻ പരിപാടിയായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അതെ, പ്രൊമോഷൻ ഒക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് നല്ല ഒരു വലിയൊരു പരിപാടി തന്നെയാണ് അതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. തള്ളി പരിപാടിയായി. ആക്ച്വലി ഐ എം സോ ഹാപ്പി ബിക്കോസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ റീച്ചൽ എന്ന് പറഞ്ഞ മൂവിയിൽ ഒരുപാട് നല്ല ബിഗ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഹണി റോസ്, ബാബുരാജ്, അങ്ങനെ ഒരുപാട് പേരല്ലേ. ചന്തു സലീംകുമാർ ഉണ്ട്. അതെ, രാധിക എന്ന് പറഞ്ഞ ആക്ടർ. അതെ, ആൻഡ് ഇതിന്റെ ഡയറക്ടർ ഒരു ലേഡി ആണല്ലേ. അത് ഇപ്പോ ഒരു പ്രത്യേകതരം ഒരു ജോണറും കൂടിയാണല്ലേ റീച്ചൽ എന്ന് പറഞ്ഞത്. അപ്പൊ റേച്ചലിനെ പറ്റി പറയൂ. റേച്ചലിനെ പറ്റി പറയുകയാണെങ്കിൽ ആനന്ദിനി ബാല എന്ന് പറയുന്ന ഒരു അപ്കമിങ്, അതായത് ഡെബ്യൂ മൂവിയാണ് ചെയ്യുന്നത്. ഇതിന്റെ ജോണർ എന്ന് പറയുന്ന ഒരു റിവെഞ്ച് ത്രില്ലറാണ്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് നിക്കോളസ് എന്നാണ്. ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഹണിയുടെ പേരായിട്ടാണ്. എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു റൂറൽ ഒരു പയ്യനായിട്ട് വരികയാണ് ഈ സിനിമയിൽ. അതായത് ബാബുരാജേട്ടൻ ചെയ്ത ക്യാരക്ടർ, അതായത് ജോയ് മാത്യു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ശിഷ്യനായിട്ട് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ അറിയാതെ അവരുടെ ഫാമിലിയിൽ ഇൻവോൾവ് ആയിട്ട് അങ്ങനെ ലീഡ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് ബാദുക്കയാണ്, ഇതിന്റെ പ്രൊഡ്യൂസറാണ്. ബാദുക്ക പറഞ്ഞ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, മലയാളത്തിൽ നിനക്ക് ദൃശ്യത്തിന് ശേഷം കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു പരിപാടിയാണ്, നീ അതിന്റെ കഥയൊന്ന് കേട്ടു. ആനന്ദിനി എന്ന് പറയുന്ന ഒരു പുതിയൊരു ഡയറക്ടറാണ്, ബ്രിഷേൻ സാറാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്ന് പോയി കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ പോയി കണ്ട സമയത്ത് ഇവർക്കൊക്കെ ഒരു ഷോക്കായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ഷൈൻ ചേട്ടനൊക്കെ നേരത്തെ അറിയാം. അതായത് എന്റെ ഫസ്റ്റ് മൂവി +2 സിനിമയൊക്കെ മുതലേ എനിക്ക് കോണ്ടാക്ട് ഉള്ള ആളായിരുന്നു. അപ്പൊ എന്നെ കണ്ട സമയത്തോടെ നീ ഒരുപാട് മാറിയല്ലോ, ഇതിലൊരു പരിപാടി ഉണ്ട്, നിക്കോളസ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്, ഹണിയുടെ പേരായിട്ട് വരുന്നതാണ്, ഇച്ചിരി ഇന്റൻസ് റോളാണ്, ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി. നമ്മൾ അങ്ങനെ ഒരു മലയാളത്തിലൊരു ബിഗ് ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് എപ്പോഴും ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ബെസ്റ്റ് ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ചെറിയൊരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കേണ്ടി വന്നു. പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം നമ്മളിതിൽ കാസ്റ്റ് ചെയ്തത്. ഐ റിയലി ഹാപ്പി. സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. December 6th റിലീസ് ആവുകയാണ്. അപ്പം റിയലി ഹാപ്പി. അതെ, പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ ട്രാൻസ്ഫോർമേഷൻ. പണ്ടുണ്ടായിരുന്ന റോഷൻ എന്ന് പറയുന്നത് കുറച്ച് ചബ്ബി ആയിട്ടുള്ള, നമ്മുടെ +2 കുറച്ചധികം ചബ്ബി, ഇവൻ ദൃശ്യത്തിൽ വരെ അല്ലെ, കുറച്ചധികം ചബ്ബി ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. റിയലി വർക്ക് മൈ ആസ് ഓഫ്. ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര സംഭവങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മളിപ്പം 10 വർഷം മുന്നേ ബിൽട്ടാണോ ഇപ്പം അല്ലല്ലോ, ഒരുപാട് അല്ലേ, സ്വാഭാവികം അങ്ങനെ മാറുന്ന ഒരു ഇതാണ്. പിന്നെ മലയാളികൾ എന്നെ വളരെ
റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. കാരണം ദൃശ്യം ചെയ്തതിന് ശേഷം ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴും ഓർക്കുന്ന ഒരു സിനിമ, ഓർക്കുന്ന ഒരു കഥാപാത്രം ആ ദൃശ്യത്തിലെ വരുൺ പ്രഭാകരന്റെ കഥാപാത്രം. ആ ദൃശ്യം വളരുന്നതനുസരിച്ച് ആ കഥാപാത്രം അങ്ങനെ വളർന്നു. നമ്മൾ ഈ മൂവീസ് കാണുന്ന പോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ഉണ്ടാവില്ലേ, ആക്ടർ ഓർ ആക്ട്രസ്, അതാരാ? എനിക്ക് തോന്നുന്നു വണ്ണനുള്ളി വിജയ് സാറാണ്, തളപതി. കാരണം അത് എനിക്ക് തോന്നുന്നു അത് നമ്മൾ സ്കൂൾ മുതലേ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ബിൽറ്റോട് ചോദിച്ചാൽ ബിൽറ്റക്ക് ഇഷ്ടമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണ് അതിന്റെ ഒരു കോംപ്ലിമെന്റ്. ഇപ്പം വിജയ് സാറിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഭൈരവ. അപ്പം അതുകൊണ്ട് മാത്രമല്ല നമുക്കൊരു മലയാളിയായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് വിജയ് സാറിന്, അല്ലെ? നമുക്കൊരു തമിഴ് ആക്ടറാന്ന് തോന്നാറില്ല. അതെ അതെ, നമ്മളെ ഇപ്പം നമ്മളിപ്പോ ഒരു സിനിമ, ഇപ്പം വിജയ് സാറിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ അവിടെ ഫുൾ മലയാളീസ് ആണ്, അല്ലെ? തിയേറ്ററിൽ ആഘോഷമാണ്. അപ്പൊ അങ്ങനെ പഴയ പോക്കിരിയും വേട്ടക്കാരനൊക്കെ ഞാൻ തല്ലുണ്ട, വീട്ടിലൊക്കെ നുണ പറഞ്ഞു പോയിട്ടൊക്കെ എന്നെ പപ്പയൊക്കെ ഇടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ട്. പിന്നെ വേട്ടക്കാരൻ, പോക്കിരി, ഇതൊക്കെ സുറ, ഇതൊക്കെ ഭയങ്കര ഒരു മെമ്മറി, ഒരു ഭയങ്കര കുറെ ഗൂസ്ബംസ് വരുന്ന കുറെ മെമ്മറീസ് ഉണ്ട് ഈ സിനിമ കാണാൻ പോയതും. അത് എനിക്ക് തോന്നുന്നു എനിക്ക് വിജയ് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഭാഗ്യല്ലേ, ഇത്രയും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാനും പറ്റിയെന്നുള്ളത്. അത് ഭയങ്കര ഒരു പ്ലസ് ആയിരുന്നു. അതൊട്ടും എക്സ്പെക്ടഡ് ആയിരുന്നില്ല അങ്ങനെ ഒരു കോള്. കാരണം ഞാൻ അങ്ങനെ കോഴിക്കോട് ഇരിക്കുന്ന സമയത്തായിരുന്നു എന്നെ ഇങ്ങനെ വിജയ പ്രൊഡക്ഷൻസ് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഭൈരവ എന്ന് പറഞ്ഞ വിജയ് സാറിന്റെ 60th മൂവി. വിജയ് 60 എന്നായിരുന്നു, അന്ന് ടൈറ്റിൽ ഇട്ടിട്ടില്ല, വിജയ് 60 എന്നായിരുന്നു. അപ്പൊ അതിലൊരു ക്യാരക്ടർ ഉണ്ട്, കീർത്തി സുരേഷിന്റെ ഫ്രണ്ട് ആയിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കുന്നത് വിജയ് സാറായിട്ട് കോമ്പിനേഷൻ ഉണ്ടോ? വിജയ് സാറായിട്ട് കോമ്പിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് അന്ന് റാമോജിയിലായിരുന്നു, ഹൈദരാബാദിന് ഷൂട്ട്. അപ്പൊ ഞാൻ കാരവാൻ ഇറങ്ങി, അതൊരു ഒരു സോങ് ഷൂട്ട് ആയിരുന്നു, കല്യാണ മണ്ഡപത്തിൽ. ഒരു സോങ് ഉണ്ട്, കീർത്തിയുടെയും വിജയ് സാറിന്റെ സോങ് ഉണ്ട്, അടിപൊളി. അപ്പൊ അതിൽ ഞാൻ വരുന്നുണ്ട് ആ സോങ്ങില്. അപ്പൊ ഞാൻ ആ ലൊക്കേഷനിലേക്ക് ഭയങ്കര ഹിറ്റാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ലൊക്കേഷനിൽ പോകുമ്പോൾ എനിക്ക് ദൂരെ നിന്ന് വിജയത്ത് കാണാം, മൂപ്പർ ഇങ്ങനെ നോക്കുന്ന കാണാം. അപ്പൊ മൂപ്പർ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് ഇത് നമ്മളെ തന്നെ ആണോ ഇത് എന്നുള്ളത് എനിക്ക് റിയലൈസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം നമ്മളെ തന്നെയാണോ, നമ്മൾ അങ്ങനെയൊക്കെ നോട്ട് ചെയ്യൂ. ദൃശ്യം ഓഫ്കോഴ്സ് ദൃശ്യം ഇറങ്ങിയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നമ്മളെ അറിയില്ലല്ലോ നമുക്ക്, ആ ലുക്കല്ല. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഉങ്ങളതാ തമ്പി എന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് എന്റെ കൈ പിടിച്ച് എനിക്കൊരു ഹഗ്ഗും തന്നിട്ട് എന്നെ അവിടെ ഇരുത്തി. അപ്പൊ ഈ വിജയ് സാർ എന്നോട് പറയുന്നത് എന്റെ യുവർ ഐസ് ആർ വെരി യുണീക്ക് എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് 30 വയസ്സ് കഴിയാതെ കല്യാണം കഴിക്കരുത് എന്ന് എന്നോട് പറഞ്ഞു. അതാ 29 and 30 ആകുമ്പോൾ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണം. കാരണം അവരും നേരത്തെ കല്യാണം കഴിച്ച ആളാണ്, സാർ നേരത്തെ കല്യാണം കഴിച്ച ആളാണ്. അപ്പം അവരുടെ ലൈഫ് കുറെ കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഒരു ബാച്ചിലർ ടൈമിൽ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും മിസ്സാക്കരുത് ലൈഫ്. അതെ, ഞാൻ കറക്റ്റ് 29 ആയപ്പോ ഞാൻ കിട്ടി. അതെ നോക്കിയിരുന്നു. അങ്ങനെ സംഭവിച്ചു, കറക്റ്റ് ഏജ് ആയപ്പോ സംഭവിച്ചു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊരു കറക്റ്റ് ഒരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു. അല്ല അതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് നമുക്കത് മൈൻഡിൽ വെക്കാം. നമ്മൾ എല്ലാരും ആഗ്രഹിക്കൂലേ, കൈന്റെ അല്ല നമുക്കത് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അത് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അത് ഇവരൊന്ന് കാരവാനിലൊന്ന് കയറി, നമ്മളൊക്കെയാണ് കാരവാനിൽ ഇരിക്കുന്നത്, ഇവരൊക്കെ പുറത്താണ്, എപ്പോഴും ഇങ്ങനെ പുറത്തിരിക്കും. ഒരു ചെയറിൽ, ഒരു സൈഡിൽ, ഒരു കോർണറിൽ ചെയറൊക്കെ ഇരുന്ന് ഒരു ചായ കുടിച്ച് അങ്ങനെ ഇരിക്കും. എല്ലാരും ഒബ്സർവ് ചെയ്യും. ഇപ്പൊ നമ്മളെ കണ്ടത് എപ്പോഴും ചിരിക്കും. പക്ഷെ നമുക്കൊരു പേടി ഉണ്ടാവും, പോയി ഇരുന്നിട്ട് മിണ്ടാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചില്ലായിട്ട് ചെയർ ഇട്ട് തരും, ഇരിക്കാൻ പറയും, സംസാരിക്കാൻ പറയും, ഒരുപാട് കാര്യങ്ങൾ. അത് അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ ഇവരൊക്കെ ക്വാളിറ്റി എന്താണെന്ന്. റിയൽ ലൈഫിൽ നമ്മൾ കാണുമ്പോഴാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. നമ്മള് ഫിലിംസിലല്ലേ കാണുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ പറഞ്ഞത് ശരിയാട്ടോ, വിജയ് എന്ന് പറയുന്ന ആളും സൂര്യ, ഇവരൊക്കെ നമ്മളുടെ അടുത്ത് ദ ബോയ് നെക്സ്റ്റ് ഡോർ പോലെ അത്രയും അടുത്ത് നമുക്ക് അറിയാവുന്ന ഒരാള് പോലെയാണ്. അതെ, അതുപോലെ വിരാട് കോഹ്ലിയുടെ ഭയങ്കര ഒരു ഫാനാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു അത് എന്നെടുത്ത പിക്ചറാ? നിങ്ങളുടെ രണ്ടുപേരുടെ 2016 ഇന്ത്യ പാകിസ്ഥാൻ T20 വേൾഡ് കപ്പ് സെമി ഫൈനൽ കൊൽക്കത്ത. അത് കുറെ നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു ഫേസ് കട്ട് ഉണ്ടെന്ന് പറയാറില്ലേ? അതൊക്കെ കേട്ട് ഒരുപാട് പേര് ഇങ്ങനെ കേൾക്കും. ചില സമയത്ത് ഞാൻ ആക്ക് കാണോ, അല്ലെങ്കിൽ നമ്മളെ ചില സമയത്ത് ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. അതില് നിങ്ങൾ ബ്ലാക്ക് ഇട്ടിട്ടുള്ള ആ ഫോട്ടോ ഇപ്പോഴും ഭയങ്കര വൈറലാണ്. അത് ഇടക്കിടക്ക് ഞാനിട്ട് തന്നെ വൈറലാക്കും. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ ആ ഫോട്ടോ വീണ്ടും റീഷെയർ ചെയ്യും. ഞാൻ കണ്ടായിരുന്നു, ഈ അടുത്ത് കണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയായിരുന്നു മീറ്റ് ചെയ്തത്? അതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ശരിക്കും ഞാൻ ധോണിയുടെ ഫാനാണ്, ഭയങ്കര ധോണി ഫാനാണ് ഞാൻ. ശരിക്കും ധോണിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊൽക്കത്തയിൽ പോകുന്നത്. അന്നൊന്നും നമ്മുടെ അടുത്ത് നമുക്ക് ഏണിങ്സ് ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു. കാരണം അന്ന് ഇവരെ കാണണമെങ്കിൽ ഇവർ താമസിക്കുന്ന ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം, അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് പോയിട്ടുള്ള കാണാൻ പറ്റത്തില്ല. അന്ന് എനിക്ക് തോന്നുന്നത് കൊൽക്കത്തയിലെ താജ് ബംഗാൾ എന്ന് പറഞ്ഞ അടുത്ത് ഏറ്റവും വലിയ താജിലായിരുന്നു നമ്മൾ ഇവർ താമസിച്ചത്. അപ്പൊ അവിടെ തന്നെ റൂം എടുത്തിട്ട് ധോണിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഞാൻ എന്റെ മൈൻഡിൽ മൊത്തം ധോണിയാണ്.
അപ്പൊ ഞാൻ ജിമ്മിൽ ചെന്ന് നോക്കി, അവിടെ റൂം എടുത്തപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല, ഒരു പ്ലേയേഴ്സും ആരുമില്ല. കാരണം അന്ന് പാകിസ്ഥാനി പ്ലേയേഴ്സ് ഇന്ത്യൻ പ്ലേയേഴ്സ് ഒക്കെ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ തന്നെയായിരുന്നു. അന്ന് നമുക്ക് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ജിമ്മിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരാളിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നത്, നമുക്ക് യുവരാജ് സിംഗ് ആണ്. യുവരാജ് സിംഗ് നോക്കിയിട്ട് ഒരു ചിരിയുമില്ല, ഒരു മൈൻഡും ഇല്ല, പുച്ഛഭാവം. അപ്പൊ നമുക്ക് തോന്നി അവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ സ്വിമ്മിംഗ് പൂൾ ഏരിയയിൽ പോയി. സ്വിമ്മിംഗ് പൂൾ ഏരിയയിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അത് അവിടെ ഇരിക്കുന്നത് ബാജി, ഹർഭജൻ സിംഗ് ഉണ്ട്, ശിഖർ ധവാൻ ഉണ്ട്, അശ്വിൻ ഉണ്ട്. ഇവരൊക്കെ അതാ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളൊരു നടനെ കാണുന്ന പോലെ ഒരു സ്പോർട്സ് പേഴ്സണെ കാണുമ്പോൾ അത് വേറൊരു പരിപാടിയാണ്. അത് വേറൊരു ഫീലാണ്. അവിടെ ഈ പറഞ്ഞ നമ്മുടെ വിരാട് കോഹ്ലി ഉണ്ട്, വിരാട് കോഹ്ലിയുടെ ബ്രദർ ഉണ്ട്, പിന്നെ വിരാട് കോഹ്ലിയുടെ കസിൻ ഉണ്ട്. അവിടെ നമ്മളിങ്ങനെ അവരിങ്ങനെ ഇരുന്നിട്ട് ഒരു സാൻഡ്വിച്ച് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ അവിടെ നിന്ന് ഫോണൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈ കോഹ്ലിനെ കണ്ടപ്പോൾ എന്റെ മൈൻഡ് മൊത്തം ഇങ്ങോട്ടേക്ക് മാറി. എങ്ങനെ കോഹ്ലിനെ ഒന്ന് പരിചയപ്പെടണം, ഫോട്ടോ എടുക്കണം എന്ന് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒന്ന് മീറ്റ് ചെയ്യണം, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളൊക്കെ ഉണ്ടെന്നൊക്കെ ഒരു ഭയങ്കര ഫാനാന്നുള്ള രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് കരുതപ്പോ ഇവൻ ചിരിക്കണ്ടേ, ഇവൻ ഇങ്ങനെ നോക്കുന്നല്ലാണ്ട് ഒരു മൈൻഡും ഇല്ല. ഇവര് ചിരിക്കാത്തോണ്ട് നമുക്ക് അടുത്തേക്ക് പോകാനൊരു പേടിയുണ്ട്. അപ്പം ഭാഗ്യത്തിന് എന്ത് ദൈവം സാധിച്ചു, എന്റെ ഭാഗ്യത്തിന് അശ്വിൻ അവിടെ ഇരിപ്പുണ്ട്. അശ്വിൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്ന് ശരിക്കും 2015 ഡിസംബറിൽ പാപനാശം ഇറങ്ങിയ സമയം, ദൃശ്യത്തിന്റെ തമിഴ് റീമേക്ക്, അത് ഹിറ്റ് ആയിരിക്കുന്ന സമയം. അശ്വിന്റെ ഒരു പോസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. അശ്വിൻ ആ പാപനാശം കണ്ടിട്ട് ആ പടത്തിന്റെ പ്രൈസ് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അശ്വിൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കും, ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ. പിന്നീട് എനിക്ക് മനസ്സിലാകും. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടും കൂടെ, ഫ്രണ്ട് പറഞ്ഞു നീ പോയിട്ട് ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് കൈ കൊടുത്തിട്ട് അവരോട് സംസാരിക്കും, ഇന്ന് ആക്ടറാണ്, ഇന്ന പരിപാടിയാണെന്ന് പറഞ്ഞ്. അപ്പൊ ആക്ടർ എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്ട് ഓട്ടോമാറ്റിക് നിനക്ക് കിട്ടിക്കോളും. ഈ ഫാനാന്ന് അറിയുമ്പോഴാണ് ഇവർ അടുപ്പിക്കാതിരിക്കുന്നത്. അത് ഭയങ്കര കാരണം അവരെ തലയിൽ കയറുന്നു തോന്നുമ്പോൾ അവർ അടുപ്പിക്കൂല. അങ്ങനെ ഞാൻ രണ്ടും കളിപ്പിച്ചിട്ട് അശ്വിനെ പോയിട്ട് പരിചയപ്പെടാണ്. അശ്വിൻ, ഹൈ സർ, ഐ എം റോഷൻ, ഐ എം കമ്മിങ് ഫ്രം കേരള, ഐ ഹാവ് ഡൺ സോ ആൻഡ് സോ ഫിലിംസ്. അപ്പം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പാപനാശത്തില് കിളിപോയി അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് 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 ഐ ആം ദ ഗൈ ഗെറ്റിംഗ് കിൽഡ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര ഷോ. അപ്പൊ പറഞ്ഞു ഓക്കെ 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 ഉക്കാർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അപ്പോഴാണ് നമുക്കൊരു സീറ്റ് തരുന്നത്. അപ്പം തന്നെ ഞാൻ അശ്വിനോട് നെക്സ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ധോണി സാറിനെ കാണാൻ വന്നതാ, പക്ഷെ ഒരു ഐഡിയ ഇല്ല, എനിക്ക് കോഹ്ലി സാറിനെ പരിചയപ്പെടും. ഞാൻ ഇങ്ങനെ പറയാം, കോഹ്ലി ബാക്ക് ഇരിക്കുന്നത്, എനിക്ക് കോഹ്ലി സാറിനെ പരിചയപ്പെടും. വൈ നോട്ട് മാൻ, വിരാട് ഹീസ് എൻ ആക്ടർ ഫ്രം കേരള എന്ന് പറഞ്ഞു. അപ്പൊ തിരിഞ്ഞു നോക്കിയിട്ട് ഓക്കെ അത്രേ ഉള്ളൂ. ഓക്കെ എന്നാലും അത്രേ ഉള്ളൂ. ഓക്കെ മൂപ്പരെന്തോ കഴിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര സംസാരിച്ചോണ്ടിരിക്കുക കസിൻസ് ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞപ്പോ ഞാൻ ബാക്കി എല്ലാവരും ഭയങ്കര, ഈ വിരാട് മാത്രമേ ഉള്ളൂ ഇച്ചിരി അങ്ങ് അടുക്കാത്തത്. ബാക്കി എല്ലാവരും അത് ചില്ലാണ്. അതായത് ധവാൻ ഉണ്ടായി, ധവാനൊക്കെ ഭയങ്കര ചില്ല. ധവാനൊക്കെ ഇങ്ങനെ തൈസിലൊക്കെ ഇങ്ങനെ തട്ടിയിട്ടിരുന്ന സമയത്ത് അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു, ഞാൻ തന്നെ എന്റെ ദൈവമേ ഇത് എവിടെയാണ് ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞു എനിക്ക് കോഹ്ലിന്റെ കൂടെ ഒരു ഫോട്ടോ വേണം, എനിക്ക് പരിചയപ്പെടണം, എനിക്ക് പ്ലീസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം തന്നെ കോഹ്ലി എണീറ്റു. ഇത് കേൾക്കുന്നില്ല, ഇയാൾ കേട്ടോണ്ടിരിക്കുക, ഒരു പരിധിയില്ല നമ്മളെ ആസാക്കുന്നതിന്. അപ്പൊ കോഹ്ലി എണീച്ച് അപ്പൊ ഞാൻ പറഞ്ഞു മൈ നെയിം ഈസ് റോഷൻ, കമ്മിങ് ഫ്രം കേരള, ഐ എം എൻ ആക്ടർ, നോട്ട് ബിഗ് ആക്ടർ, സ്മോൾ ആക്ടർ. അപ്പം തന്നെ എൻ്റെ ഫ്രണ്ട് കയറിയിട്ട് കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഇയാൾക്കുണ്ട്, ഈ ലുക്സ് ലൈക്ക് യു എന്ന് പറഞ്ഞ ഒരുപാട് മെസ്സേജ് വരും. തീർന്നില്ലേ, ഇയാളെ മുഖമൊക്കെ മാറി, ഇയാൾക്ക് സഹിക്കുന്നില്ല, അങ്ങനെ ഇവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പൊ ഇയാളെ നോട്ട് റിയലി അങ്ങനെ പറഞ്ഞു, നോ വേ, ആ രീതിയിൽ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഈ ലുക്സ് മോർ ലൈക്ക് മുരളി വിജയ് എന്ന് പറഞ്ഞു എന്നോട്. മുരളി വിജയ്, ഞാൻ മുരളി വിജയ്. അപ്പൊ എനിക്കൊരു ഫോട്ടോ വേണം. അവസാനം ഞാൻ നൈനിയുടെ ഫോട്ടോ വിത്ത് എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഞാൻ ഫോൺ എടുക്കാൻ നേരത്ത് എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഒരു സെൽഫി എടുത്തു. ആ സെൽഫി എടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളവിടെ ഒരു ആക്ടർ ആയതുകൊണ്ട് മാത്രമാണ് അവർ ആ സെൽഫി അവരെ കയ്യിൽ നിന്ന് എടുത്തു തന്നത്, അല്ലെങ്കിൽ ഒരിക്കലും നിൽക്കത്തില്ല അവർ. അത് നമ്മുടെ ആക്ടർ എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവരൊക്കെ നമ്മൾ ആ ഒരു ആദ്യം കണ്ട് റെസ്പെക്ട് വന്നു തുടങ്ങി ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഞാൻ മനസ്സിലായി ഇങ്ങനെ ഒരു പരിപാടി അടി കൊള്ളാം ഇത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവരോട് സംസാരിക്കാൻ പറ്റത്തില്ല, നമ്മളെ അടുപ്പിക്കില്ല ഇവര്. അത് അവര് വേറൊന്നും കൊണ്ടല്ല, അത് അങ്ങനെ ആയേ പറ്റുള്ളൂ. അവിടെ പുറത്തൊക്കെ എനിക്കൊന്നൊരു 100 പെമ്പിള്ളേർ ഇവരെ കാണാൻ ക്യൂ ആണ്, വെയിറ്റിംഗ് ആണ്. ഒരുപാട് പേര് അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നിരുന്നാലും അതിന്റെ അകത്ത് താമസിക്കുന്ന ഒരുപാട് പേര് ഇവരെ കാണാൻ വേണ്ടി ഒരു ഫോട്ടോന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവരെ ഒരു സ്പേസ് കൊടുക്കുന്നില്ല. ആ സമയത്താണ് ഇങ്ങനെ കാണുന്നതും. ഇങ്ങനെ ഫോട്ടോയില് നല്ല ഭയങ്കര സ്നേഹത്തോടെ ചിരിക്കൊക്കെ തന്നു. അത് ഭയങ്കര കുറെ ഉണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യാത്ത വേറെ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. എന്തിനാണ് അതായത് എന്റെ കസിൻ ഇപ്പുറത്തുനിന്ന് ഞാൻ എടുക്കുന്ന ഈ ഫോട്ടോ എടുക്കുന്നൊക്കെ ഇപ്പുറത്ത് വീഡിയോ എടുക്കായിരുന്നു. അതെ, ഇന്നത്തെ കാലത്ത് അത് ഇട്ട് കഴിഞ്ഞാൽ അത് എന്നൊക്കെ പറഞ്ഞാല് അതുകൊണ്ട് ഞാൻ ഇടാത്തത്. അന്നൊക്കെ ഇന്നെന്ന് പറയുന്നത് ആ ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര ആയിട്ടൊക്കെ നമുക്ക് തോന്നാം. അത് അങ്ങനെ ഇപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ ഇടുന്നില്ലേ. അത് ശരി, തലയിലും വെക്കാറുണ്ട് എല്ലാ കാര്യത്തിലും. ബട്ട് ദാറ്റ്സ് ഓക്കേ. ഇതൊക്കെ ഇട്ട് ഇല്ല ആൾക്കാരെല്ലാവരും അറിയട്ടെ. അല്ല ഇന്ന് ഈ ഇന്റർവ്യൂ കഴിയുമ്പോ തന്നെ ഇട്ടോ. പക്ഷെ അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമുക്ക് ലൈഫിൽ മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ധോണിനെ കാണാൻ പറ്റില്ല. ധോണിനെ ഒരു ദൂരെ ഒന്ന്
കണ്ടിട്ടുണ്ടല്ലാതെ നമുക്ക് അങ്ങനെ പോയി മിണ്ടാനോ നമ്മൾ സംസാരിക്കണം, നമ്മൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം ഒന്നും സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിക്കും. സംഭവിക്കും, സമയമുണ്ടല്ലോ. അതെ, ഉടനെ സംഭവിക്കും അല്ലെ, ഉടനെ സംഭവിക്കട്ടെ. അതെന്തായാലും കൊള്ളാം. പക്ഷെ ഈ ഒരു 2010 തുടങ്ങി 2025 ആയല്ലോ. അപ്പൊ ഈ ഒരു ജേർണിയിൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ? ഒരുപാട്. അപ്പൊ ഒരു +2 പഠിച്ച റോഷൻ അല്ല ഇപ്പോഴത്തെ റോഷൻ തന്നെ മാറ്റം വന്നപ്പോ ഫിലിം ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ ഒരു ചേഞ്ച് വന്നായിട്ട് തോന്നി എന്താ? ഞാൻ +2 അഭിനയിക്കുന്നത് 2010 29 എന്റെ 2010 ആ സമയത്ത് ഫിലിം ആയിരുന്നു. അതായത് ക്യാമറയിൽ ഫിലിം എന്ന് പറയും. അന്ന് കാർഡൊക്കെ വരുന്ന സമയം, അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ വളർന്നു വരുന്ന സമയമാണ്. ആ സമയത്ത് അഭിനയിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിമിന് ഒരു കുഴപ്പമുണ്ട്. അതായത് റീടേക്സ് ഒരുപാട് പോയി കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ കിടന്ന് വെള്ളം കുടിക്കും. അപ്പൊ ഞങ്ങൾ എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ വന്നിരിക്കുക. നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിലും ക്യാമറയുടെ മുമ്പിൽ വന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അറിയാലോ, ഓഫ് കോഴ്സ് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നമുക്ക് സ്റ്റേജ് ഫ്രൈറ്റ് എന്ന സാധനത്ത് നേരെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പൊ അന്ന് നമ്മൾ കുറെ ഇങ്ങനെ ടേക്ക് ഒക്കെ പോകുമ്പോ ഒക്കെ പ്രൊഡ്യൂസർക്ക് അങ്ങനെ ഇരുന്ന സീറ്റ് എന്തൊക്കെ ഇങ്ങനെ പതുക്കെ എണീറ്റിട്ട് ഇങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. അതെ, ഒന്ന് തീർക്കുക. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അന്ന് നമ്മള് കുറച്ചുകൂടെ ഫ്രെയിംഡ് ആയിരുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു പോകണം. നമുക്ക് ആ ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും ഈ ഫിലിം ആയതുകൊണ്ട് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കോൺഷ്യസ് ആയിരിക്കും, അയ്യോ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഇവരെ കാശ് പോകുമല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശരിയാക്കണം എന്നാൽ ശരിയാകത്തുമില്ല. പക്ഷെ ഇന്നത്തെ കാലം, അതായത് 2012 13 ഒക്കെ കഴിഞ്ഞപ്പോൾ ദൃശ്യമൊക്കെ അഭിനയിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തോരം ടേക്ക് പോയാലും കുഴപ്പമില്ല. കാരണം അത് കാർഡിലേക്ക് മാറി. ആ ഒരു വ്യത്യാസം ഭയങ്കരമാണ്. കാരണം ആക്ടേഴ്സിന് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റും. കാരണം നമുക്ക് പല വേരിയേഷൻസിൽ ഇട്ടിട്ട് നമുക്ക് അഭിനയിച്ചു നോക്കാൻ പറ്റും. അതൊരു ഭയങ്കര ഒരു ഇന്നത്തെ എനിക്കൊന്ന് ഇപ്പോഴൊക്കെ ടെക്നോളജി ഒക്കെ വേറെ ലെവലാണ്, നെക്സ്റ്റ് ലെവലിലാണ്. അതെ, അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ്. ഞാൻ വന്ന സമയത്തും ഇപ്പം വെച്ച് നോക്കുമ്പോൾ അന്നൊക്കെ കഷ്ടപ്പെട്ട് അഭിനയിക്കണം. അത് എങ്ങനെയെങ്കിലും അഭിനയിച്ച് തീർക്കണം. ഇന്ന് അങ്ങനെ ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. എപ്പോ ചെയ്യുന്നു അപ്പൊ ചെയ്തു. പക്ഷെ ഇത്രയും നാൾ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ടേക്ക് പോയൊരു സീൻ ഏതായിരിക്കും? ഓഫ് കോഴ്സ് ആ ദൃശ്യത്തിലെ സീനാണ്. മീന ചേച്ചിയോട് ആ ഡയലോഗ് പറയുന്നില്ലേ, ഓഫ്, അത് എനിക്ക് ടേക്കിന്റെ മാത്രമല്ല, എനിക്ക് അങ്ങനെ ഒരു സീനിയർ ആക്ടറിന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു ഡയലോഗ് പറയണത്, അത് എൻ്റെ ആ ഏജിൽ പറയണമെന്ന് പറയുമ്പോൾ അത് എന്നെ, ഞാനത് ആ സ്ക്രീൻ പ്ലേ എനിക്ക് തന്നിട്ട് ഞാൻ ഡയലോഗ് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചു ദൈവം ഇതെങ്ങനെ പറയും. അപ്പൊ ചിത്രചേട്ടൻ പറഞ്ഞു, ഇത് സിനിമയിലടാ, നീ ഇത് അങ്ങ് പറയ്, പൊളിച്ചടക്ക്. അപ്പൊ ഞാൻ മീന ചേച്ചിയോട് ഫസ്റ്റ് ഞാൻ പോയിട്ട് പറഞ്ഞു, ഞാൻ ഇത് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പോയിട്ട് പറഞ്ഞു, മീന ചേച്ചി ഒന്നും തോന്നരുത്, വേറെ വഴിയിൽ ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല മോനെ, അത് അങ്ങനെ ചെയ്താൽ മതി എന്ന വിഷയമില്ല. എന്നിരുന്നാലും നമുക്കുള്ളിൽ ഒരു ഗിൽറ്റ് ഫീൽ ആയിരിക്കും, ഇത്രയും വലിയൊരു ആക്ടറിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയാ എങ്ങനെയാണ്. അത് എങ്ങനെയോ പറഞ്ഞു, പക്ഷെ അത് ടേക്കിന്റെ അല്ല, അത് പറയുമ്പം എനിക്ക് ഒരുമാതിരി വെപ്രാളമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ബ്രേക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ സീനിന്. കുറച്ച് സമയം ഒരു അരമണിക്കൂർ ഞാൻ ബ്രേക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ രാത്രി ഷൂട്ടാണ്, ഡിന്നർ കഴിഞ്ഞിട്ട് എടുത്തപ്പോഴായിരുന്നു ഞാൻ പിന്നീട് ഓക്കെ ആയത്. ആണല്ലേ? ഈ റീച്ചലിന്റെ മൂവിയിലേക്ക് വരുമ്പോ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള സീൻസ് ഒക്കെ അതൊക്കെ ഉണ്ട്. പിന്നെ റീച്ചലില് കൂടുതലും എനിക്കങ്ങനെ ഫൈറ്റും പരിപാടികളൊന്നും ഇല്ല. പക്ഷെ ഈ പറഞ്ഞ ചേസിങ്, അതേപോലെ അങ്ങനെ കുറെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഈ റീച്ചലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഒരു പോത്ത് ഇതിലൊരു മെയിൻ പ്രധാന കഥാപാത്രമാണ്. അപ്പൊ ഈ പോത്തുമായിട്ട് മിങ്കിൾ ചെയ്യാന്ന് പറയുന്നത് ബിൽട്ടക്ക് ചിലപ്പം നാട്ടുപുറായോണ്ട് അവിടെ പോത്തും പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പോത്തിനൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. കാരണം ഈ പോത്തിന്റെ പേടി എന്ന് പറയുന്നത് ഇത് വരണ്ട് ഓടുന്നൊരു പരിപാടിയുണ്ട്. കാരണം പോത്ത് ആരും ഉപദ്രവിക്കാൻ പറ്റില്ല, ഇത് പേടിച്ചിട്ടാണ് ഇത് ഓടുന്നത്. ഓ നൈസ് ഫുഡ്, സമാധാനമായി. അപ്പം അപ്പൊ ആ സമയത്ത് ഈ അവിടുന്ന് പോത്ത് ഓടിയിട്ടുണ്ട്, ബിൽട്ട ഫുൾ ഫുഡിലേക്ക് ആയിട്ടാ കോൺസെൻട്രേഷൻ. ഞാൻ പറയണതൊന്നും ഒരു മൈൻഡും ഇല്ല. ഇത് എനിക്കൊന്ന് പ്രോൺസ്, ഇത് ക്യൂട്ടാണ്. ഇത് ചിക്കനാണോ? ചിക്കനാണ്. ക്യാപ്സിക്കം ഉണ്ട്. എനിക്ക് ചിക്കനാന്ന് പറഞ്ഞിട്ട് ഗോബി മഞ്ചൂരിയൻ തന്നാലും ഞാൻ തിന്നും. ഞാൻ അത്രയ്ക്ക് ചിക്കൻ ഫാനാ. എന്നിട്ട് പോത്ത്, ഈ പോത്തായിട്ട് ഒരുപാട് സീനുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം അവിടെ പോത്ത് ഓടി ഒരാളെ കൈയൊക്കെ ഇങ്ങനെ വട്ടം വെച്ച് ഇടിച്ചിട്ട് അങ്ങനെ കുറെ ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ. പിന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് തോന്നി. പിന്നീട് നമുക്ക് പോത്തായിട്ട് സീക്വൻസ് എപ്പോൾ വരുന്ന അപ്പം നമുക്ക് പേടിയായിരിക്കും. കാരണം ഇതിനെ ഇങ്ങനെ അത് നമുക്ക് എന്നാ പിന്നെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ലല്ലോ. ക്യാമറ ഇങ്ങനെ ഓണാക്കി വെച്ചിരിക്കുകയല്ലേ. നല്ല ധൈര്യം. കാരണം പോത്ത് കച്ചവടക്കാരാണ് നമ്മളൊക്കെ. പോത്ത് വെട്ടിക്കൊടുക്കണം, പോത്തിന് തീറ്റ കൊടുക്കണം, പോത്തിനെ കൊണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. റൗണ്ട് ചെയ്യാൻ പോകണം, അങ്ങനെ കുറെ പരിപാടികളിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഉള്ളിൽ പേടിച്ചുകൊണ്ടാണ് ചെയ്തത്. പക്ഷെ പുറമെ സ്ക്രീനിൽ ഓക്കെ ആയതുകൊണ്ടായിരിക്കും അവർ ഓക്കെ പറയുന്നത്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. നമ്മൾ പശുവായിട്ടൊക്കെ നമുക്ക് നാട്ടിലൊക്കെ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഉമ്മാമയൊക്കെ പോത്ത് ഭയങ്കര ഡേഞ്ചറസ്. പോത്ത് എപ്പോ ഇതിന്റെ പരിപാടി
എപ്പോ ഇത് കയറ് പൊട്ടിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പൊടിച്ചാൽ തീർന്നു നമ്മള്. അതെ, ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പോത്തിന്റെ അടുത്ത് ഇഞ്ചുറി ഇല്ല, അല്ലാതെ തന്നെ കുറെ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ട് സിനിമയില്. നമ്മള് ഫ്രണ്ട്സ് ആണെന്ന് ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇവര് ഉണ്ടാക്കിയ സെഗ്മെന്റ് ആണ്, ഇതിൽ എനിക്ക് പങ്കില്ല. ഓക്കെ, അപ്പൊ ഇവര് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ എനിക്കും എസ് ഓർ നോ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പ് ഞാൻ എസ് ആണോ നോ ആണോ എന്ന് കാണിക്കും. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് റോഷൻ എന്നാന്ന് പറയാം. എന്തായാലും പൊട്ടത്തെറ്റായിരിക്കും രണ്ടുപേരും പറയുന്നത്. ഇതിലൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടെന്ന്. ഇതൊന്നും സംസാരിക്കാറ് പോലല്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചെക്കിംഗ് ഫോൺ എവറി 2 minutes. കറക്റ്റ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പോയി, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഓക്കെ, മതിയോ? ടേക്കിംഗ് 100 selfies ബിഫോർ പോസ്റ്റിംഗ്. നോ, ആ കറക്റ്റാ. അങ്ങനെയൊന്നും ഇല്ല. ഉള്ള പോസ്റ്റ് ഇടണോ വേണ്ട കൺഫ്യൂഷൻ ഉള്ളു. ഓവർ തിങ്കിങ് എവറി ടൈം. അത് തെറ്റിപ്പോയി. ഇപ്പൊ റോഷൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും. പിന്നെ ആരാ അങ്ങനെ ചെയ്യാത്തത്? എല്ലാരും ചെയ്യൂലേ? എനിക്ക് അങ്ങനെ നമ്മൾ ഇതിനെ പറ്റി ഭയങ്കര ഓവർ തിങ്ക് ചെയ്യും അല്ലേ? അതായത് ഇപ്പൊ അവരവിടെ നിൽക്കുകയാണല്ലേ, അപ്പൊ അവരെന്നെ പറ്റി എന്തോ പറയുന്നുണ്ടെന്ന് ഞാൻ ഓവർ തിങ്ക് ചെയ്യും. എന്നേക്കാളും കഷ്ടമാണ്. അത്ര ടോക്സിക് ആയിട്ടുള്ള തിങ്കിങ് ആണ് എന്റെ. ഞാൻ ഇപ്പൊ ഓർക്കൂല, ഞാൻ ഇനി വീട്ടിൽ ചെന്ന് ഇരുന്ന് ആലോചിക്കും അപ്പുചേട്ടനും ശാന്തനും അവിടെ ഇരുന്ന് മാറി എന്തായിരിക്കും പറഞ്ഞതെന്ന്. എന്നിട്ട് ഞാൻ അവരെ വിളിച്ചു ചോദിക്കും. ഞാൻ അപ്പുചേട്ടനെ രാത്രി വിളിച്ചു ചോദിക്കും. അപ്പൊ അതാണ് ഓവർ തിങ്കിങ് ഉണ്ട്. ശരി, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഫോർഗെറ്റിംഗ് ഫ്രണ്ട്സ് ബർത്ത്ഡേ. ഓഫ് കോഴ്സ് നമുക്ക് വിഷ് ചെയ്യാറില്ല. എന്നെ വിഷ് ചെയ്തിട്ടില്ല. അങ്ങനല്ല, ബിൽട്ട മാത്രല്ല ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ അങ്ങനെ ഓർത്ത് വെക്കാറില്ല. മേ ബി നമ്മളുടെ അറിയായിരിക്കും, പക്ഷെ അത് വിഷ് ചെയ്യില്ല. ഓർത്ത് വെച്ചിട്ട് വിഷ് ചെയ്യും. അതായത് ചിലപ്പോ നമ്മള് അതങ്ങനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുമല്ലോ, പക്ഷെ എനിക്ക് തിരിച്ച് എന്നെ വിഷയത്തിൽ എനിക്ക് വിഷമം. അങ്ങനെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അല്ല, എനിക്കുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ച് ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമമില്ല, പക്ഷെ കൊടുക്കാൻ ഇഷ്ടമില്ല. കൊടുക്കാൻ അറിയത്തില്ല. അതിന് ഞാൻ പറയും എനിക്ക് ആക്ച്വലി വാങ്ങിച്ചറിന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ തരണ്ടേന്ന് അറിയില്ല എന്ന് പറയും. പക്ഷെ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ ചെറിയൊരു വിഷമം. സെൽഫിഷ് ആവരുത് കേട്ടോ. തമാശ പറഞ്ഞാണ്, സീരിയസ് ആയിട്ടൊക്കെ. അല്ല, ഞാനും തമാശ പറഞ്ഞാട്ടോ. ഞാൻ അങ്ങനെയാണോ ഗൈസ്? ഞാൻ പക്ഷെ ബർത്ത്ഡേക്ക് വിഷയത്തിലേക്ക് അറിയും. 2 വർഷം മുമ്പ് വരെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എന്നെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് ഞാൻ കറിയായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ കൂടിയിരിക്കുക. അപ്പൊ കൂടിയിരിക്കുമ്പോ എന്നെ വിഷ് ചെയ്യുന്നില്ല, എന്റെ ബർത്ത്ഡേയുടെ അന്ന് എന്നെ വിഷ് ചെയ്തില്ല, പിന്നെ ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്? അവര് വിഷ് ചെയ്യണ്ടേ? ഞാൻ അങ്ങനെ 2 വർഷം മുമ്പ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവര് പാവം പിടിച്ചവര് ഒരു ആപ്പിളില് മെഴുകുതിരി കത്തിച്ച് എന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അവര് കേക്ക് വാങ്ങിക്കാതെ എന്നെ കാണുന്നില്ല, പേടിച്ചിട്ട്. പക്ഷെ എനിക്കുണ്ടല്ലോ ഇപ്പൊ പ്രായമായല്ലോ, ഒത്തിരി അല്ല, അപ്പൊ ഈ പ്രായമായതുകൊണ്ട് എനിക്കിപ്പോ ബർത്ത്ഡേ എങ്ങനെയാലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. എനിക്കിപ്പൊ അങ്ങനെ എന്നെ വിഷ് ചെയ്യണ്ട, ദിവസം ഒന്ന് കഴിഞ്ഞോണം. അങ്ങനെയില്ലേ റോഷൻ? അങ്ങനെയില്ലേ റോഷൻ? എപ്പോഴും ബർത്ത്ഡേ വിഷ് ചെയ്യണം. ഓഫ് കോഴ്സ് ഇനിയിപ്പോ ഞാൻ വിഷ് ചെയ്യുന്നത് എന്റെ മോളെ ബർത്ത്ഡേയും അങ്ങനെയൊക്കെ കാണാൻ എനിക്ക് ആഗ്രഹം. എനിക്ക് അങ്ങനെ വിഷ് ചെയ്യണം എന്നൊന്നുമില്ല. എനിക്കിപ്പോ എങ്ങനെയാലും എന്റെ ബർത്ത്ഡേ ഒന്ന് കഴിയണം. എനിക്ക് പ്രായമാവണ്ടേ ഇനി. എനിക്ക് ഇപ്പൊ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇപ്പൊ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. പറയരുത്, എന്നുവെച്ചാ 26 വയസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാ. വേണ്ട, നീ പ്രാർത്ഥിക്കണ്ട. ഇനി നോക്കട്ടെ. ഓൾവേസ് കെയറിംഗ് ദ സറൗണ്ടിങ് പീപ്പിൾ. ഓഫ് കോഴ്സ്, യെസ്, വെരി കെയറിംഗ് ഗായ്. അങ്ങനെ എന്ന് വെച്ചാ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ട് സുഖമാണോ, വീട്ടിലെല്ലാവരും എന്ത് പറയുന്നു അങ്ങനെ ചോദിക്കും. ഞങ്ങൾ അങ്ങനത്തെ ഒരു ടോക്കൊക്കെ ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ളവരാണ്. ചേട്ടനാണ്, കെയറേട്ടായി ആണ് എന്റെ ഫ്രണ്ടിലിരിക്കുന്നത്. കണ്ട പറയില്ലെന്നുള്ളൂ. കണ്ടാ നമ്മളിങ്ങനെ വിചാരിക്കും. കാണുമ്പോ നമ്മള് ജഡ്ജ് ചെയ്യരുത്, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. കാണുമ്പോ എന്താ ജഡ്ജ് ചെയ്യാ? കാണുമ്പോ നല്ല അതല്ലല്ലോ നേരത്തെ ഉദ്ദേശിച്ചത്. കാണുമ്പോ ഭയങ്കര അഹങ്കാരി അങ്ങനെയാണ്, അങ്ങനെ തോന്നും. ആദ്യം എനിക്ക് തോന്നിയായിരുന്നു, പിന്നെ എനിക്ക് മനസ്സിലാവും പാവം ചെക്കൻ. പലരും പറഞ്ഞിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പാവാണ്, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സംസാരിക്കാനൊക്കെ പേടിയൊക്കെ തോന്നുന്നു. ഇൻവെർട്ടർ ആണോ? ഇൻവെർട്ടർ അല്ല, അല്ലല്ലോ, ഇൻവെർട്ടർ അല്ല, യു ആർ നോട്ട് ആൻ ഇൻവെർട്ടർ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് മിങ്കിൾ ആവില്ല തോന്നുന്നു. ആ വൈബാണോ? അല്ല, ആണ്, ഒരു പരിധി വരെ ആണ്. ഞാൻ മിണ്ടില്ല, കാരണം മിണ്ടി കഴിഞ്ഞാൽ ഐ എം വെരി ക്ലോസ്. അറിയാലോ, ഒരു പരിധി വരെ എനിക്ക് ഞാൻ ചൂസിയാണ്. ചൂസി. അത് അതെ, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെന്ന് വെച്ചിട്ടില്ല, അത് അങ്ങനെയാണ്, എന്റെ ഇൻബിൽട്ട് നേച്ചറാണ് അങ്ങനെയാണ്. അതിപ്പം അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാന് സിനിമയിൽ എപ്പോഴും നമുക്ക് സിനിമ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നത് സിനിമ ചാൻസ് പോയി ചോദിക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും
ടോക്കിംഗ് ടു മൂവി പീപ്പിൾ, നമ്മളെ കോൺടാക്ട്സിലുള്ള ആൾക്കാരെ കോൺടാക്ട്. അങ്ങനെ സിനിമയിൽ ചാൻസ് ചോദിച്ചിട്ട് എനിക്ക് ഒരു സിനിമ പോലും എനിക്ക് വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചോദിച്ചില്ല. അങ്ങനെ അതെനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ നമുക്കറിയാലോ പ്രാരാബ്ധമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ചോദിച്ച് ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ തെലുങ്കിലൊക്കെ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. കോഫി ഈസ് ഓൾവേസ് ഫേവറേറ്റ്. ഇപ്പം യെസ്, ഞാൻ എസ് ആണ്. I was not sure. നേരത്തെ ഒരു ചായ് പേഴ്സൺ ആയിരുന്നു. നല്ല ഷുഗർ ഒക്കെ ഇട്ട് ചായ കുടിക്കിരുന്നു. പക്ഷെ ഇപ്പൊ ഷുഗർ കട്ടാണ്. അപ്പം ബ്ലാക്ക് കോഫി ഷുഗർ കട്ട് ചെയ്യാന്ന് പറഞ്ഞുതരോ? ഭയങ്കര എളുപ്പം. അതൊരു 10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുമായിട്ട് അങ്ങ് അഡോപ്റ്റ് ആവും. ആ 10 ദിവസം 10 ദിവസം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും, സ്ട്രെസ് ഉണ്ടാവും, ആങ്കർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ബട്ട് 10 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. നമ്മളെ ബോഡിയിൽ ചേഞ്ചസ് കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ നമ്മളത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായില്ലേ? എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. അല്ല ഓൾമോസ്റ്റ് എല്ലാം 90% ഓക്കെ. അപ്പൊ അതായിരുന്നു നമ്മുടെ സെഗ്മെന്റ്. ഇനി ഞാൻ ചോദിക്കട്ടെ, റോഷനെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്ന കാര്യം എന്താ? എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്ന കാര്യം പ്ലേയിങ് ക്രിക്കറ്റ്. ഓഫ് കോഴ്സ് ഇപ്പൊ മോളെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഓഫ് കോഴ്സ് അത് ശരിയാണ്. പക്ഷെ നമ്മളെ ഹാപ്പി ആക്കുന്ന അത് നമ്മളെ അറിയാതെ നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകുന്ന കാര്യമാണ് ക്രിക്കറ്റ്. ഇപ്പൊ എവിടെ ക്രിക്കറ്റ് ഉണ്ടെങ്കിലും പോയി കളിക്കുന്നത്. ക്രിക്കറ്റിനോട് ഇത്രയും ഇഷ്ടം തോന്നാനുള്ള ഞങ്ങളൊക്കെ നാട്ടിൽ നിന്നൊക്കെ നേരത്തെ കളിക്കുമായിരുന്നു. അതായത് ഞാൻ കോഴിക്കോടാണല്ലോ എൻ്റെ ബേസ്. അപ്പം അവിടെ നിന്നൊക്കെ നമ്മൾ എപ്പോഴും, അതായത് സ്കൂളിൽ ക്രിക്കറ്റ് ഉണ്ടായിരുന്നില്ല, ഫുട്ബോൾ ആയിരുന്നു. അപ്പൊ നമ്മൾ പുറത്തൊരു സർക്കിൾ ഉണ്ടാക്കിയിട്ട് വീടിന്റെ മുറ്റത്തൊക്കെ, അതായത് വീടിന്റെ മുറ്റത്ത് ചെറിയ പരിപാടിയല്ല, അതായത് കണ്ടംകളി എന്ന് പറയും പണ്ടത്തെ, അറിയായിരിക്കുമല്ലോ, പറമ്പ് കളി, കണ്ടംകളി. അതായത് ടെന്നീസ് ബോൾ, അന്ന് സ്റ്റംബർ ഒക്കെ ആയിരുന്നു. സ്റ്റംബർ അറിയായിരിക്കും, സ്റ്റംബർ, ടെന്നീസ്, ആ ബാറ്റ്. പിന്നെ നമ്മൾ ഈ ഓലമടലില്ലേ, അത് വെട്ടി ബാറ്റാക്കും. പിന്നെ ഈ ആശാരിമാരോട് നമ്മൾ പല കഷ്ണം വെച്ചിട്ട് കറക്റ്റ് പക്ക ബാറ്റ് ഇങ്ങനെ നമുക്ക് ചെയ്തു തരാൻ പറയും. അതൊക്കെ അന്ന് ക്രിക്കറ്റിന്റെ സുഖമൊന്നും ഇന്നില്ല കേട്ടോ. അത് അന്ന് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ക്രിക്കറ്റ് കാണുന്ന സമയത്ത് അന്ന് ധോണി വന്ന സമയമാണ്, ധോണി ക്യാബിനറ്റ് വന്ന സമയമാണ്. അതിന് മുന്നേ സച്ചിൻ, സെവാഗ്, അജയ് ജഡേജ, അസറുദ്ദീൻ ഇവരൊക്കെ ഉണ്ടെങ്കിലും ധോണി വന്ന സമയമാണ്. അത് ഞാൻ സ്കൂളിൽ പഠിക്കും, ഞാൻ 6th 7th പഠിക്കുമ്പോൾ ധോണി വരുന്നത് ഇന്ത്യയിലേക്ക്. അപ്പൊ ധോണി ഒരു ഓറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഹെയർ സ്റ്റൈലും. ധോണി എന്ന് പറയുമ്പോൾ ഭയങ്കര എനിക്ക് അതുപോലെ ഒരു വേറൊരു പ്ലെയർ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് ഇല്ല, ധോണിനെ പോലെ. പിന്നെ ആ ഒരു ഓറ ഇപ്പോഴും ധോണിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടം. ക്രിക്കറ്റ് കളിക്കുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്ന ആളാണ്, എല്ലാവർക്കും അറിയാതെ. ക്രിക്കറ്റ് അത് തന്നെ എന്നെ ഹാപ്പി ആക്കുന്നത്. നിന്നെ ഹാപ്പി ആക്കുന്ന ഫുഡ് അല്ലേ? ഈ തിന്ന എന്നുള്ള പരിപാടി മാത്രമാണ് അല്ലേ? എന്നെ ഹാപ്പി ആക്കുന്ന എന്താന്ന് ചോദിച്ചിട്ട് ആ ജ്യൂസ് എടുക്കുകയാണ് അവള്. അല്ല, ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, നല്ല രസമല്ലേ കാണാൻ. ഇവളെ ഹാപ്പി ആക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ആരെങ്കിലും ഇവള് സുന്ദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഭയങ്കര ഹാപ്പിയാണ് അല്ലെ? അത്രയും വലിയ നുണ പറയണം ഇവളെ ഹാപ്പി ആക്കണമെങ്കിൽ. അതിവര് പറയാറില്ല. അത്രയും വലിയ നുണ പറയണം. എന്തിനാ എല്ലാരും ഇങ്ങനെ പാവം ചെയ്യും? ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചു, എടാ ഞാൻ ഓക്കെ നൂറോണം ചോദിക്കുമ്പോ ഇവൻ ഇച്ചിരി മുമ്പൂടി ഭയങ്കര കോൺഷ്യസ് ആണ്. ഞാൻ ഓക്കെ ആണോ, പല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മൂക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എപ്പോഴും അങ്ങനെ. അത് നല്ലതാട്ടോ, ഒരു കണക്കിന് നമ്മളെ സ്നേഹിക്കുന്നത് നല്ലതാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് വേറെ ആരും സ്നേഹിച്ചിട്ടില്ല. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? കഴിച്ചിട്ട് അടിപൊളി ഫുഡ്. നമ്മളെ സ്ഥിരം സ്പോട്ടാണിത്. ഒരു ഫാമിലി ഫ്രണ്ട് കൂടിയാണ് ഈ റെസ്റ്റോറന്റ്. അപ്പൊ പിന്നെ എപ്പോഴും എന്തായാലും നമ്മൾ ക്രിക്കറ്റിനെ പറ്റി പറഞ്ഞു. റോഷനെ ഏറ്റവും ഇഷ്ടം ക്രിക്കറ്റ് കളി. അപ്പൊ പിന്നെ ക്രിക്കറ്റിന്റെ എല്ലാ അപ്ഡേറ്റ്സും അറിയുന്ന ഒരാളാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സഞ്ജു ചെന്നൈയിലേക്ക് എടുത്തിരിക്കുകയാണ്. രാജസ്ഥാൻ ടീമിൽ നിന്ന് ഇപ്പൊ ചെന്നൈയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ സന്തോഷമാണോ? എന്താണ് ഫീലിങ്സ്? പിന്നെ ഭയങ്കര സന്തോഷമല്ലേ, കാരണം നമ്മളൊരു ധോണി ഫാനാണ്. അപ്പൊ ധോണിയുടെ ടീമിലേക്ക് സഞ്ജു വരാന്ന് പറയുന്നത് ഭയങ്കര ഒരു സഞ്ജുവിന് ഒരു ഭയങ്കര ഒരു കിട്ടലാണത്. സഞ്ജുനെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. സഞ്ജുനെ കണ്ടിട്ടുണ്ട്. ഭയങ്കര അതൊരു എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ ധോണിയുടെ കൂടെ. കാരണം ധോണി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ധോണിയുടെ ലാസ്റ്റ് സീസൺ ആയിരിക്കാം കമ്മിങ് സീസൺ, അറിയില്ല, നോട്ട് ഷുവർ. അപ്പൊ ആ സമയത്ത് സഞ്ജുവിന് ധോണിയുടെ കൂടെ വീണ്ടും ഒരുമിച്ച് ഒരു ടീമിൽ കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഓക്കെ, അടിപൊളി. പിന്നെ നമുക്ക് ലാസ്റ്റ് സെഷൻ ആണ്. ഇതില് ലാസ്റ്റ് സെഗ്മെന്റ് റാപ്പിഡ് ഫയർ. ലാസ്റ്റ് സെഷൻ തുടങ്ങിയ മുതലേ പറയണം. ഇല്ല, ഇത് ലാസ്റ്റ്, ശരിക്കും ലാസ്റ്റിനെ വിശ്വസിക്കും. ഓക്കെ, റോഷൻ ഓൺ റാപ്പിഡ് ഫയർ എന്നാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര്. ഫസ്റ്റ്, എവറി ഇയർ August 2 സോഷ്യൽ മീഡിയയിൽ പുറത്തിറങ്ങുന്ന ട്രോൾസിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരെണ്ണം. August 2 അല്ലല്ലോ ആ ഡേറ്റ് അല്ലേ? ഓഗസ്റ്റ് ഡേറ്റ് വരെ
എക്സൈറ്റ് ചെയ്യിപ്പിച്ചെന്ന് വെച്ചാൽ ആ ഓഗസ്റ്റ് 2 ഒരു ട്രോളേ വരാറുള്ളൂ. വരുൺ പ്രഭാകറിന്റെ 2 ട്രോള് വരും. ഒന്ന് വരുൺ പ്രഭാകർ ചരമ വാർഷികം, രണ്ടാമത് തൊടുപുഴ ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയ ദിവസം. ഇത് 2 വരാറുള്ളൂ. അതിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫസ്റ്റ് ഒക്കെ ഇത് എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആദ്യമൊക്കെ വരുമ്പോ. അപ്പൊ അത് യൂഷ്വലായി. ഇപ്പൊ ആരെങ്കിലും അയച്ചാ വന്നിട്ടുണ്ടല്ലോ, ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. ആദ്യം കണ്ടപ്പോ എക്സൈറ്റ്മെന്റ് ഇല്ല. അതായത് നമ്മളിപ്പം 2014 ഇത് ഇറങ്ങിയ സമയത്ത്, ഫസ്റ്റ് ട്രോൾ ഇറങ്ങിയ സമയത്ത് പല ആൾക്കാർ എന്നെ വിളിച്ചു. ശരിക്കും റിയലാന്ന് കരുതി പോയി. കാരണം അങ്ങനെ ഒരു വശം വേറെ ഉണ്ട്. കാരണം പെട്ടെന്ന് നമ്മളത് കാണും, എന്റെ ഫോട്ടോ വെച്ചിട്ട് കാണുമ്പോ പേടിച്ചു. ഫസ്റ്റ് റിയൽ ആയിട്ട് എനിക്ക് പലരും എനിക്ക് മെസ്സേജ് അയച്ചു, അറിയോ ഓക്കെ ആണോ. എന്റെ ഫാദറിനൊക്കെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഫസ്റ്റ് സീസണിൽ, അതായത് ഫസ്റ്റ് ഇയറിൽ. പിന്നെ എനിക്ക് അത് വലിയ എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളത് കുറച്ച് സീനാണല്ലോ, അങ്ങനെ പെട്ടെന്ന് ആ ഒരു സമയത്ത്. ഇപ്പൊ പിന്നെ എല്ലാവർക്കും യൂഷ്വലായി. അന്ന് ഈ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല, അപ്പൊ ആൾക്കാർ ചിലപ്പോ അത് വിശ്വസിച്ചും പോകും, മനസ്സിലായി. ഇന്ന് പിന്നെ നമ്മൾ അവിടെ ഇവിടെ നമ്മൾ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബിഗ് ബോസിൽ പോയിരുന്നെങ്കിൽ എല്ലാവരും തിരിച്ചറിഞ്ഞു പോകുമായിരുന്ന ഒരു വിയേർഡ് ഹാബിറ്റ് ഓഫ് റോഷൻ. വിയേർഡ് ഹാബിറ്റ് എന്ന് പറയില്ല, വിയേർഡ് ഹാബിറ്റ് അല്ല, മേ ബി നമ്മൾ കുറച്ചുകൂടെ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആവും. ലൈക്ക് ദേഷ്യമൊക്കെ ചിലപ്പോൾ അവിടെ എനിക്ക് ഭയങ്കര ആങ്കർ പ്രശ്നമുള്ള ആളാണ്. പെട്ടെന്ന് പ്രൊവോക്ഡ് ആവും, പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ പെട്ടെന്ന് സട്ടിൽ ആവും. ബട്ട് സ്റ്റിൽ നമ്മളെ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആവൂലേ. അവിടെ പിന്നെ വൈറലാവാനും ചിലപ്പോ അതായിരിക്കും. ദേഷ്യം ചിലപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നില്ല. എന്നാൽ എത്ര ദിവസം നിൽക്കുമായിരിക്കും ഒരു ദേഷ്യം? പെട്ടെന്ന് മാറൂടാ, കാരണം ദേഷ്യം പെട്ടെന്ന് മാറും. ബട്ട് ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും ചില സമയങ്ങളിൽ. അല്ല, ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കുമായിരിക്കും? രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാം. ലാലേട്ടനെ കാണുന്നു, ഞാൻ പോട്ടെ. വേണമെങ്കിൽ ഒരു ഗസ്റ്റ് ആയിട്ട് പോവാം അല്ലേ? വലിയ റിസ്ക് പിടിച്ച പരിപാടിയല്ലോ. എല്ലാരും പോകുന്നു, കാണുന്നു, അത് മതി. ഓക്കെ. ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. ഫാൻസ് ഉണ്ട്, ഇഷ്ടം പോലെ. ചില ആൾക്കാരുടെ ഫാന്റസി ഒക്കെ ചിലപ്പോ എനിക്ക് എഴുതി തളയും. അവരെ ഫാന്റസി. ഇപ്പൊ ചില ആൾക്കാര്, എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ ചെറിയൊരു ക്ലൂ തരാം. അവർക്ക് വിയേർഡ് ആയിട്ട് കുറെ ഫാന്റസീസ് ഉണ്ട്. വിയേർഡ് ആയിട്ട് എക്സ്ട്രീമില്, കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതെന്റെ കൂടെ ആ ഫാന്റസി, അത് അവർക്ക് അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെന്നൊക്കെ പറഞ്ഞ എനിക്ക് മെസ്സേജ് വരും. ഇപ്പോഴും വരും. റീസെന്റ് ഞാനൊരു ഫോട്ടോ ഇട്ടപ്പോ അത് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ട് അതിനൊരു അടിയിൽ എനിക്ക് ഒരു ഡ്രീം. അതൊക്കെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇപ്പത്തോടെ വൈറലാവും, പറയാൻ പറ്റില്ല. സോ അങ്ങനെയൊക്കെ വിയേർഡ് ആയിട്ടൊക്കെ പണ്ടൊക്കെ, ഇപ്പം ബേസിക്കലി കുറവാണ്. പണ്ടൊക്കെ ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു തരുമായിരുന്നു. പിന്നെ ഫാൻസ് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. ഫാൻസ് അല്ല, നമ്മളെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാരാണ്. നമുക്കൊക്കെ ഫാൻസ് അല്ലല്ലോ, നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമുക്ക് നമ്മളെ കോസ്റ്റ്യൂം സെൻസ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. നമ്മളുടെ യൂസ് ചെയ്യുന്ന സൺഗ്ലാസസ്, ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെ കോസ്റ്റ്യൂംസിനെ പറ്റി പറയും, ഷൂസ്. അപ്പൊ അതൊക്കെ കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ അത് ഫോളോ ചെയ്യുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട്, കുറെ നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അവരായിട്ടൊക്കെ നല്ല ആൾക്കാരോടൊക്കെ നമ്മൾ കമന്റ് കൊടുക്കും. നമ്മൾ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ പല ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ട് വൈറലായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര്, അതായത് ചില കമന്റ് ഇപ്പൊ അല്ല, കുറച്ച് മുന്നേ നമ്മളെ കുത്തി കമന്റ് ചെയ്യുക, ടാർഗറ്റ് ചെയ്യാന്ന് പറയില്ലേ. ചില ആൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മളെ പേഴ്സണലി ഹറാസ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമ്മള് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് എല്ലാവരും പറയും. നമ്മളെപ്പോഴും അതൊക്കെ കൺട്രോൾഡ് ആയിരിക്കണം എന്ന് പറയും. ബട്ട് ചില സമയങ്ങളിൽ നമ്മൾ ഇമോഷണലി ബേസ്റ്റ് ഔട്ട് ആവും. ചിലപ്പോൾ വേറൊരു പ്രശ്നത്തിൽ ഇരിക്കും, അപ്പോഴേക്കും ഇത് കാണുന്നത്. സ്വാഭാവികം നമ്മളത് മറന്നു പോകും. സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ മറന്നു പോകും. പക്ഷെ അത് നമുക്ക് തന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. ദൃശ്യം 3 എനിക്കും ഒരു റീ എൻട്രി വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ദൃശ്യം ഫസ്റ്റില് നമ്മളെ പരിപാടി തീർന്നാണ്. പിന്നെ സെക്കൻഡ് ഉണ്ടായതും നമ്മളെ റൂട്ടാണെങ്കിലും നമ്മൾ അതിലില്ല. അപ്പൊ തേർഡിൽ ഓഫ് കോഴ്സ് അങ്ങനെ ആരും ആഗ്രഹിച്ചിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ പ്രസക്തി ഇല്ല. കാരണം ആ സിനിമയില് ഐ ആം നോട്ട് എ ആക്ടർ എനിമോർ ഇൻ ദാറ്റ് മൂവി. അതിലില്ല ഞാൻ. അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ ആഘോഷിക്കപ്പെടുന്നത് പല ഡേറ്റുകളും പല ട്രോളുകളിലും ആഘോഷിക്കപ്പെടാറുണ്ട്. പക്ഷെ ആസ് എൻ ആക്ടർ എനിക്കിനി അതിൽ യാതൊരു സ്കോപ്പും ഇല്ല. സോ അങ്ങനെ നമ്മള് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. ഇനി ദൃശ്യത്തിന് ശേഷം അതേ പാറ്റേണിൽ വന്ന റിജക്ട് ചെയ്ത ഒരു റോൾ ഒരു സിനിമ ഉണ്ടോ? എന്ന് വെച്ചാൽ ഭയങ്കര വില്ലനിസം ആയിട്ടുള്ള, ഭയങ്കര ഓപ്പോസിറ്റ് നിൽക്കുന്ന? എനിക്കങ്ങനെ
ദൃശ്യം പോലൊരു കഥാപാത്രം വന്നിട്ടില്ല, പക്ഷെ വില്ലനായിട്ട് കുറേ പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. Reject കുറേ പടങ്ങൾ, അതായത് മലയാളത്തിൽ, അതായത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നമുക്ക് തോന്നുന്ന ഒരു കഥാപാത്രം നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, അത് നൈസായിട്ടൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്.